വടകരയിൽ ഓട്ടോ ഡ്രൈവർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. കണ്ണൂർ ആറളം സ്വദേശി ഷാനിപ്പാണ് മരിച്ചത്. വടകര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിര ഷാനിഫിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ വടകര ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായി. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടമാണ്. വടകര പോലീസ് ഇൻസ്പെക്ടർ TP സുമേഷിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. ഇന്നലെ രാത്രിയിലാണ് വടകര കുളത്തിന് സമീപം ഷാനിഫിനെ മരിച്ച നിലയിൽ ഓട്ടോറിക്ഷയിൽ കണ്ടെപ്പെട്ടത്. ഷാനിഫിന്റെ മൂക്കിൽ നിന്നും രക്തം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മരണം സംബന്ധിച്ച ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കുടുംബം ഭാര്യ ഫസീല നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വടകര കല്ലേരി സ്വദേശിനിയായ ഫസീലയെ വിവാഹം ചെയ്തതിനു ശേഷമാണ് ഈ ഷാനിഫ് വടകരയിലേക്ക് താമസം മാറ്റിയത്. തുടർന്ന് ഭാര്യയ്ക്കും 2 വയസ്സുള്ള മകനുമൊപ്പം വടകര പച്ചക്കറി മുക്കിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. നേരത്തെ ഓട്ടോ ഡ്രൈവറായിരുന്ന ഷാനിഫ് ഇടക്കാലത്ത് പെയിന്റിംഗ് ജോലിക്കും പോയിരുന്നു. തുടർന്ന് ഒരാഴ്ച മുൻപാണ് വീണ്ടും ഓട്ടോ ഡ്രൈവറായി സജീവമായി രംഗത്ത് വന്നത്. അതേ തുടർന്ന് ഇന്നലെ രാവിലെ സാധാരണ പോലെ ജോലിക്ക് പോയതായിരുന്നു. എന്നാൽ വൈകിട്ട് ഉച്ചയ്ക്കും ഭാര്യ ഫസീലയ്ക്ക് ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് കിട്ടിയിരുന്നു. എന്നാൽ വൈകിട്ട് ഇദ്ദേഹത്തെ ഫോണിൽ ലഭിക്കാതായതോടുകൂടി ഭാര്യ ആശങ്കപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരം വിളിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് വടകര പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിലാണ് വടകര കുളത്തിന് സമീപം നിർത്തിയിട്ട ഓട്ടോയിൽ ഷാനിഫിനെ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. വ്യക്തമാണ്. റിയാസ് KMR ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.